സവാരി ഗിരിഗിരിയിൽ ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ ചോദ്യം. സിനിമയിൽ അസി എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ആര്? എ വിനായകൻ, ബി മണികണ്ഠനാചാരി, സി ശ്രീജിത്ത് രവി. അതിലിപ്പോ അധികം ആലോചിക്കാനൊന്നുമില്ല. കാരണം മണികണ്ഠനാചാരി ആ സിനിമയിലില്ല. കാരണം അദ്ദേഹം കമ്മട്ടിപ്പാടത്തിലൂടെയാണ് വന്നത്. അതിനൊക്കെ ഒരുപാട് വർഷം മുമ്പ് ഇറങ്ങിയ പടമാണ് ബിഗ് ബി. പിന്നെ ശ്രീജിത്ത് രവിയും ആ ചിത്രത്തിലില്ല. കാരണം ശ്രീജിത്ത് എൻ്റെ നല്ല സുഹൃത്താണ്. വിനായകനാണ്. എ വിനായകൻ. വിനായക, നിന്നെ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. ഇവിടെ ഇരിക്കുക. പിന്നെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം വന്ന ഒരു സമയം ഏതാണ്? ഏറ്റവും സന്തോഷം വന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ചാനലിൽ വന്നൊരു പ്രോഗ്രാമൊക്കെ ചെയ്ത് അത് അത്യാവശ്യം ജനങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് തുടങ്ങിയ സമയമൊക്കെ സന്തോഷം തന്നതാണ്. സിനിമയിൽ ആദ്യമായിട്ട് അവസരം കിട്ടിയ സന്തോഷം തന്നതാണ്. ഏത് സിനിമയായിരുന്നു ആദ്യമായിട്ട്? ഞാൻ ആദ്യം ചെയ്തത് നായകനായിട്ടാണ്. നായകൻ എന്ന് വെച്ചാൽ 3 നായകന്മാരിൽ ഒരാളായിട്ട് ഋതം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അത് സന്തോഷം തന്നു. അതും ഒരുപാട് സന്തോഷം തന്നു. പിന്നീട് ഇപ്പം ഈ അമൃതയുടെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന MG ഏട്ടൻ്റെ കൂടെ സന്തോഷം. ഏറ്റവും സങ്കടം വന്ന നിമിഷങ്ങൾ? സങ്കടം വന്ന നിമിഷം അതും ഈ പറഞ്ഞ പോലെ ഒരുപാടാണ്. നമ്മൾ ഒരെണ്ണം പിക്ക് ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാലും മനസ്സിൽ ആഞ്ഞു കൊണ്ടത് അങ്ങനെ ചോദിച്ചാൽ പലരുടെയും വേർപാടുകൾ വിഷമം തോന്നിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉറ്റവരായിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, പിന്നെ മണിച്ചേട്ടൻ്റെ മരണം എനിക്ക് ഭയങ്കര വിഷമം തന്നൊരു അടുത്ത സുഹൃത്തായിരുന്നു. നല്ല സുഹൃത്തായിരുന്നു. നല്ല സുഹൃത്തെന്ന് വെച്ചാൽ എപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് ഷോസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ 1 മണിക്കൂർ ചിലവഴിച്ചാലും ആരും മറക്കില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മണിച്ചേട്ടൻ്റെ ഒരുപാട് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. മണിയുടെ ഒരു പാട്ട് ഏതെങ്കിലും 4 വരി? മണിച്ചേട്ടൻ്റെ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് 4 വരി പാടാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. ഇപ്പം ആരെടുത്ത് ചോദിച്ചാലും, ഞാൻ പല ചാനലിലും വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും കലാഭവൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ ഒരേ സ്വരത്തിൽ പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഇതുപോലൊരു മനുഷ്യനെ, ദയാദാലുവായിട്ടുള്ള ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പ്രണാമം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ചെറിയൊരു മൂവ്മെന്റ് വന്നുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു കുസൃതി ചോദ്യം. ആണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോകും. ചോദിക്കും. ഓക്കെ. അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ അമ്മയ്ക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി രാവിലെ വണ്ടിയിലേക്ക് കയറുമ്പോൾ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു, ചേട്ടനെ പ്രത്യേകം അന്വേഷിച്ചായിട്ട് പറയണം, ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണം. എന്താ പേര്? അമ്മയുടെ പേര് മോഹനം. മോഹനം ഒരു രാഗത്തിന്റെ പേരാണ്. അതെ, അത് ഞാൻ പറയാൻ പോവായിരുന്നു. അപ്പൊ എന്തായാലും അച്ഛന് ഇഷ്ടപ്പെട്ട അങ്ങനെ രാഗത്തിന്റെ പേരായതുകൊണ്ടായിരിക്കും. അതെ, അത് മാത്രമല്ല വീടിനും പേരിട്ടിരിക്കുന്ന മോഹനം എന്നാണ്. ആണല്ലേ? അപ്പം എന്തായാലും അമ്മ മോഹനം എല്ലാ ആശംസകളും നേരുന്നു. ഭഗവാൻ എല്ലാം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ ചോദ്യം ചോദിക്കട്ടെ? 10ന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്? 10ന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്? 10ന് മുമ്പ് 10ന് മുമ്പ് എന്ത് വരാനാണ്? പോലീസ്. 10ന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം? ആണോ? ഷുഗറാ? അല്ല, പറയട്ടെ. ആപത്ത്. അത് കൊള്ളാം. എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരി. കുസൃതി ചോദ്യമാണ്. ജനിക്കുമ്പോൾ പച്ച, മരിക്കുമ്പോൾ കറുപ്പ്, കുടിക്കുമ്പോൾ ചുവപ്പ്, എന്താണ്? ജനിക്കുമ്പോൾ പച്ച മുറുക്കാനാണോ? ജനിക്കുമ്പോൾ പച്ച, മരിക്കുമ്പോൾ കറുപ്പ്, ജനിക്കുമ്പോൾ പച്ച, മരിക്കുമ്പോൾ കറുപ്പ്, കുടിക്കുമ്പോൾ ചുവപ്പ്. കുടിക്കുമ്പോൾ ചുവപ്പ്, ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. സുല്ല്. ചായ. തേയില. കണ്ടുപിടിച്ച്. ഇവിടെ ഇതിന്റെ ഒരു കളിയാണ്. അതെ. ഞാൻ കാണാറുണ്ട്. അപ്പൊ പലതും ഇതുപോലെ എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ കുറെ എപ്പിസോഡ്സ് ഇത് വേറൊരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെയൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ഇപ്പൊ ചേട്ടൻ ചോദിച്ചാൽ എനിക്ക് കിട്ടിയില്ല. അപ്പോ
എ വിനായകൻ. യെസ്, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്.